ഹലോ. ഓക്കെ, ഈസി സ്റ്റുഡൻസ് അറ്റൻഡൻസ് തന്ന് ഞാൻ പേര് വിളിക്കാം, പെട്ടെന്ന് വരിക. ഓക്കെ. അനസ് റോഷൻ. പ്രസന്റ് സാർ. അനുഗ്രഹ്. അനുഗ്രഹ് പ്രസന്റ് ആണോ? ധ്യാൻ ബിജു. ധ്യാൻ പ്രസന്റ് ആണോ? ഫാത്തിമ സഹാപ്പി ആബ്സെന്റ് ആണോ? ജ്യോതിഷ്. യെസ് സർ, പ്രസന്റ് സാർ. ഓക്കെ. മുഹമ്മദ് ഫറൂഖ്. പ്രസന്റ് സർ. പ്രസന്റ് ആണോ? ഓക്കെ. അനശ്വർ സുരേന്ദ്രൻ. അനശ്വർ പ്രസന്റ് ആണോ? പെട്ടെന്ന് പറയണേ. അശ്വന്ത് സി. അനശ്വർ പ്രസന്റ് ആണോ? അനശ്വർ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ. ഫാത്തിമ നദ്ദ. ഓക്കെ. ഫാത്തിമത്തു സന. സന ആബ്സെന്റ് ആണോ? സന ആബ്സെന്റ് ഇടുന്നുണ്ട്. കൈലാസ് നാഥ്. നീഹ ഷെറിൻ. നിഖിൽ. നിഖിൽ ദാസ് പ്രസന്റ് അല്ലേ? ഓക്കെ. നീഹ ഷെറിൻ ആബ്സെന്റ് അല്ലേ? കൈലാസ് നാഥ്. ഓക്കെ. നെക്സ്റ്റ് എമ്മി. ഓക്കെ. അഭിനന്ദ്. പ്രസന്റ് സാർ. ആദർശ്. പ്രസന്റ് സർ. അലൻ. പ്രസന്റ് സർ. ആനന്ദ്. പ്രസന്റ് സർ. ഓക്കെ. ഹൃദീക് കൃഷ്ണ ആബ്സെന്റ് ആണോ? ഓക്കെ. മുഹമ്മദ് മർസാക്യു. പ്രസന്റ് ആണോ? ഓക്കെ. നിഹാൽ പ്രസന്റ് ആണോ? പ്രസന്റ് സർ. ഓക്കെ. അഭിനന്ദ് ആകാശ്. അഭിനന്ദ് പ്രസന്റ് ആണോ? ആകാശ്. അമർനാഥ്. അർജുൻ. കാളിദാസ്. മുഹമ്മദ് നവീദ്. പ്രസന്റ് സർ. കാളിദാസ് ആബ്സെന്റ് ആണോ? പ്രസന്റ് ആണോ? കാളിദാസ്. ഓക്കെ. മുഹമ്മദ് നവീദ് പ്രസന്റ് ആണ്. മുഹമ്മദ് ഷാറിൻ. പ്രസന്റ്. ഓക്കെ. മുഹമ്മദ് സെയ്ൻ അഷ്റഫ്. പ്രസന്റ്. രാകേഷ്. പ്രസന്റ് സർ. സാരംഗ്. പ്രസന്റ് സർ. ഓക്കെ. വിഷ്ണു. പ്രസന്റ് സാർ. ഓക്കെ. സായുജ്. ആരാണ്? സായുജ്. സാർ വിഷ്ണു സന്തോഷമുണ്ട്. എന്താണ്? വിഷ്ണു സന്തോഷ്. വിഷ്ണു. ഈസി ആണോ?
അല്ല അല്ല മെക്കാനിക്കൽ. മെക്കാന. ഓക്കെ ഓക്കെ വിഷ്ണു. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് ഡിഫറെൻ്റ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ റൈറ്റിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫോർമൽ റൈറ്റിംഗ് ഉണ്ട്, അതായത് അതിൽ ടെക്നിക്കൽ റൈറ്റിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ലിറ്റററി റൈറ്റിംഗ്, ഇത് രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 1 മിനിറ്റ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ടെക്നിക്കൽ റൈറ്റിങ്ങും പിന്നെ ലിറ്റററി സ്റ്റൈല്, അതിൽ തന്നെ കമ്പാരിസൺ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർമൽ റൈറ്റിംഗ്, ഇൻഫോർമൽ റൈറ്റിംഗ്, സെമി ഫോർമൽ റൈറ്റിംഗ്. ഈ 3 കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സോ വൺ മിനിറ്റ്, നെറ്റ് കുറച്ച് സ്ലോ ആണ്. ഓക്കെ, എൻ്റെ ലാപ്പിൽ നെറ്റ് കിട്ടുന്നില്ല, അതാണ് പ്രോബ്ലം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് ടെക്നിക്കൽ റൈറ്റിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടെക്നിക്കൽ ആൻഡ് ലിറ്റററി സ്റ്റൈൽ റൈറ്റിംഗ്, അതാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ അതിൽ കുറേ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റർ റൈറ്റിംഗ്, ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് സെമി ഫോർമൽ, 3 ടൈപ്പ് ലെറ്റർ റൈറ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ സിമ്പിൾ ടോപ്പിക് ആണ്. ലെറ്റർ റൈറ്റിംഗ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർമല്, ഇൻഫോർമല് ആൻഡ് സെമി ഫോർമല്. 3 ടൈപ്പ് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. ഫോർമല്, ഇൻഫോർമല് ആൻഡ് സെമി ഫോർമല്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഏതാണ്? ഫോർമൽ ലെറ്റേഴ്സ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഫോർമൽ ലെറ്റേഴ്സ്, എന്താണ് ഫോർമൽ ലെറ്റർ എന്ന് നമുക്കൊരു ഐഡിയ വേണം. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? ഇൻഫോർമൽ ലെറ്റേഴ്സ്, ഇൻഫോർമൽ ലെറ്റേഴ്സ്. പിന്നെ അടുത്തേതാണ്? സെമി ഫോർമൽ ലെറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ ഈ 3 ടൈപ്പ് ലെറ്റേഴ്സ്, ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സിമ്പിൾ ടോപ്പിക് ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ജോബ് ആപ്ലിക്കേഷൻസ് എന്നൊരു ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എനിക്ക് ലാപ്പിൽ നെറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിൽ ഫോർമൽ ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് എ ഫോർമൽ ലെറ്റർ? നിങ്ങൾ ഒരു നോട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വാട്ട് ഈസ് എ ഫോർമൽ ലെറ്റർ? എ ഫോർമൽ ലെറ്റർ ഈസ് എനി ലെറ്റർ റിട്ടൺ ഇൻ ദ പ്രൊഫഷണൽ ലാംഗ്വേജ്. ഓക്കെ. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ പ്രൊഫഷണൽ ലാംഗ്വേജ്. ഇതാണ് പോയിന്റ്. പ്രൊഫഷണൽ ലാംഗ്വേജ് വിത്ത് എ prescribed format. Okay, with a prescribed format for a formal purpose. Okay. നമുക്കൊരു ഫോർമൽ ലെറ്ററിനെ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്, എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? എ ഫോർമൽ ലെറ്റർ ഈസ് എനി ലെറ്റർ റിട്ടൺ ഇൻ ദ
പ്രൊഫഷണൽ ലാംഗ്വേജ് then with a prescribed format for a formal purpose. എങ്ങനെയാണ് നമ്മളൊരു ഫോർമൽ ലെറ്റർ ഡിഫൈൻ ചെയ്യുന്നത്? സോ വളരെ സിമ്പിൾ ആണ്. എ ഫോർമൽ ലെറ്റർ ഈസ് എനി ലെറ്റർ റിട്ടൺ ഇൻ ദ പ്രൊഫഷണൽ ലാംഗ്വേജ് വിത്ത് എ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഫോർ എ ഫോർമൽ പർപ്പസ്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി എ റെക്കമെൻഡേഷൻ ലെറ്റർ. അപ്പോൾ അത് തന്നെ നമുക്ക് ഡിഫറെന്റ് ഫോർമൽ ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഏതൊക്കെ ഫോർമൽ ലെറ്റേഴ്സാ ഉള്ളത്? ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫോർമൽ ലെറ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇതുണ്ടോ? ഫസ്റ്റിലത്തെ എന്താണ്? റെക്കമെൻഡേഷൻ ലെറ്റർ. അപ്പോൾ നമ്മൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം ഒരാൾക്കൊരു ജോബ് വേണമെന്ന് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയാം? റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറയാം. അപ്പോൾ റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് വെച്ചാൽ ഒരു ഫോർമൽ ലെറ്റർ ആയിട്ട് വരും. അതായത് സപ്പോസ് എനിക്ക് ഒരാളൊരു ജോബ് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ എനിക്ക് ആ ഒരു സ്റ്റുഡൻറ്റിനെ റെക്കമെൻഡ് ചെയ്യാം. ഇന്ന സ്റ്റുഡൻറ്റ് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻ്റ് ആണ്, നല്ല പെർഫോമൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള ലെറ്ററിനെയാണ് റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് എന്ന് പറയുന്നത്? ഫോർമൽ ലെറ്റർ ആണെന്ന് പറയുന്നു. ഫോർമൽ ലെറ്റർ ആണെന്ന് പറയുന്നു. പിന്നെ അടുത്തത് എൻക്വയറി ലെറ്റർ. എൻക്വയറി ലെറ്റർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരാൾക്ക് പറയാൻ പറ്റുമോ എന്താണ് എൻക്വയറി ലെറ്റർ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ഒരു കാര്യം എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്ന ലെറ്റേഴ്സ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയാ? എൻക്വയറി ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എൻക്വയറി ലെറ്റർ. നെക്സ്റ്റ് കംപ്ലൈൻറ്റ് ലെറ്റർ. കംപ്ലൈൻറ്റ് ലെറ്റർ നിങ്ങൾക്കറിയാം എന്താണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് ലെറ്റർ. നെക്സ്റ്റ് കവർ ലെറ്റർ. ഓക്കെ, ഒരു കവർ ലെറ്റർ ഒക്കെ എന്തായിട്ട് എഴുതുക? ഫോർമൽ ലെറ്ററിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഫോർമൽ ലെറ്റേഴ്സിന് ഡിഫറെന്റ് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. റെക്കമെൻഡേഷൻ ലെറ്റർ, എൻക്വയറി ലെറ്റർ, കംപ്ലൈൻറ്റ് ലെറ്റർ, കവർ ലെറ്റർ ആൻഡ് സോ ഓൺ എന്ന് പറയുന്നുണ്ട് ഇവിടെ. ആൻഡ് സോ ഓൺ. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ഫോർമൽ ലെറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഫോർമൽ ലെറ്റർ എന്താന്ന് നമ്മൾ പഠിച്ചു. എന്നിട്ട് ഇതിന് എക്സാമ്പിൾസ് പഠിച്ചു. നെക്സ്റ്റ് അടുത്ത പോയിന്റ് പറയുന്ന ഓൾ ബിസിനസ് ലെറ്റേഴ്സ് ആർ ഫോർമൽ എന്ന് പറയുന്നു. ഓൾ ബിസിനസ് ലെറ്റേഴ്സ് ആർ ഫോർമൽ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്യുക. എല്ലാ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സും എന്താണ്? ഫോർമൽ ലെറ്റേഴ്സ് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സൊക്കെ ഏത് ടൈപ്പ് ലെറ്റർ ആണെന്നാണ് പറയുന്നത്? ഫോർമൽ ലെറ്റർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സച്ച് ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ് ലൈക്ക് ഫോർമൽ ഇൻവിറ്റേഷൻ, പ്രപ്പോസൽ, റെഫറൻസ്, മേക്കിംഗ് എ കംപ്ലൈന്റ് ഓർ എൻക്വയറി. അപ്പോൾ ഈ കാറ്റഗറിയിലെ ലെറ്റേഴ്സ് ഒക്കെ ബിസിനസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ബിസിനസ് ലെറ്റേഴ്സ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോർമൽ ലെറ്റേഴ്സിനെ കുറിച്ചിട്ട് ആദ്യം നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? വാട്ട് ഈസ് എ ഫോർമൽ ലെറ്റർ. അടുത്തതായിട്ട് ഏതൊക്കെ ടൈപ്പ്, ഗിവ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? റെക്കമെൻഡേഷൻ ലെറ്റർ, എൻക്വയറി ലെറ്റർ, കംപ്ലൈൻറ്റ് ലെറ്റർ എക്സെട്ര ഉണ്ട്. പിന്നെ പറഞ്ഞത് ഓൾ ബിസിനസ് ലെറ്റേഴ്സ് ആർ ഫോർമൽ. എല്ലാ ബിസിനസ് ലെറ്റേഴ്സും എന്താണ്? ഫോർമൽ ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഒക്കെ ഫോർമൽ ആണ്. പിന്നെ പറയുന്നത് നമ്മൾ ആ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഏതൊക്കെ ടൈപ്പ് വരാം? ഫോർ എക്സാമ്പിൾ ഫോർമൽ ഇൻവിറ്റേഷൻ വരാം, ഫോർമൽ ഇൻവിറ്റേഷൻ, പ്രപ്പോസൽ വരാം, റെഫറൻസ് വരാം, മേക്കിംഗ് എ കംപ്ലൈന്റ് ഓർ എൻക്വയറി. ഇതൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ലെറ്റേഴ്സ് ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ ഫോർമൽ ലെറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.
പിന്നെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന നല്ലതാണ്, കാരണം ആ ടെക്സ്റ്റ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് അടുത്ത പറയുന്നത് വൈൽ റൈറ്റിംഗ് എ ഫോർമൽ ലെറ്റർ വൺ ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ദ ഫോളോയിങ് തിങ്സ്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് നമ്മളൊരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫോർമൽ ലെറ്റർ ആണ് എഴുതുന്നതെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പം ഫോർമൽ ലെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെന്റ് ലെറ്റർ ടൈപ്പ് പറഞ്ഞു, അത് നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് അടുത്തതായിട്ട് ഇവിടെ പറയുന്നത്. എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഷുഡ് ബി ഇൻ സ്പെസിഫൈഡ് ഫോർമാറ്റ്. അപ്പോൾ ഒരു ഫോർമൽ ലെറ്ററിന് എന്തുണ്ടാവും? ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റ് ഉണ്ടാവും. അപ്പൊ അതായത് ഫ്രം, ടു, ഡേറ്റ് അങ്ങനത്തെ ഒക്കെയുള്ള ഇതില്ലേ, അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ടിനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ അതിനൊരു ഫോർമാറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററിന് എന്ത് പറയാം? ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയാം. അതേസമയം നിങ്ങൾ പ്രിൻസിപ്പളിനാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഹയർ അതോറിറ്റിക്ക്, ഇപ്പം കലക്ടർക്കാണ് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത്, അതെന്താണ്? ഫോർമൽ ലെറ്റർ ആണ്. അല്ലെങ്കിൽ നിങ്ങളെ പഞ്ചായത്തിലെ സെക്രട്ടറിക്കാറ്റും ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു, ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, അതൊക്കെ എന്താണ്? ഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ അതിനെന്തുണ്ടാവണം? ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റ് ആവശ്യമുണ്ട്. ഓക്കെ, ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റ് ആവശ്യമുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇറ്റ് ഷുഡ് അവോയ്ഡ് ദ യൂസ് ഓഫ് അൺനെസസറി വേർഡ്. രണ്ടാമത് പറയുന്നത് എന്താണ്? അൺനെസറി ആയിട്ടുള്ള വേർഡ്സ് ഒന്നും അതിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഷുഡ് അവോയ്ഡ് ദ യൂസ് ഓഫ് അൺനെസസറി വേർഡ്. അതായത് നിങ്ങൾ ഈ ലെറ്റർ റൈറ്റിംഗ് ഇപ്പോഴും പഠിക്കുന്ന ഒരു പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് നിങ്ങൾ പ്രാക്ടിക്കല്, നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ഉണ്ടാവും ഈ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ. അതായത് നിങ്ങൾക്ക് കുറെ ലെറ്റേഴ്സ്, ഫോർമൽ ലെറ്റേഴ്സ് ഫ്യൂച്ചറിൽ എഴുതേണ്ടി വരും. അപ്പോൾ അവിടെ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഇൻ സ്പെസിഫൈഡ് ഫോർമാറ്റ്, ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ദെൻ ഇറ്റ് ഷുഡ് അവോയ്ഡ് ദ യൂസ് ഓഫ് അൺനെസറി വേർഡ്. നിങ്ങൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് പാടില്ല? അൺനെസറി ആയിട്ടുള്ള വേർഡ്സ് ഒന്നും പാടില്ല, മാക്സിമം ഒഴിവാക്കണം അൺനെസറി വേർഡ്സ്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. അതായത് എന്താണ് മാറ്റർ അതിലോട്ട് കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് പറയണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. ഓക്കെ, സോ നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി റിലവൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്. അതായത് ആ ഒരു ലെറ്റർ എഴുതുന്നതിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് വേണം അതിൽ ആ ലെറ്റർ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ലെറ്റർ എഴുതുന്നത് അതിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി റിലവൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വേണം അത് ആ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ്. അപ്പൊ ഈ ടേംസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റീവ് എന്ന ടേം. ഓക്കെ, റിലവൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി കോംപ്ലക്സ് ആൻഡ് തറോ. ഐ തിങ്ക് ഈ ഒരു ഇത് അത്ര കറക്റ്റായി തോന്നുന്നില്ല. ഇറ്റ് ഷുഡ് ബി കോംപ്ലക്സ് ആൻഡ് തറോ എന്നാണ് ഇവിടെ ടെക്സ്റ്റിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു പോയിന്റ് എനിവേ ടെക്സ്റ്റിൽ എങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് ഷുഡ് ബി കോംപ്ലക്സ് ആൻഡ് തറോ. പക്ഷെ കോംപ്ലക്സ് ആയിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ലെറ്റർ കോംപ്ലക്സ് ആണ്. ഇവിടെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് എന്നാണ്. ഇവിടെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി കോംപ്ലക്സ്. അപ്പോൾ ഇത് രണ്ടും ഒരു കോൺട്രാഡിക്ഷൻ പോലെയാണ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഒഴിവാക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് ഒഴിവാക്കാം. ഇത് ഞാൻ അഗ്രി ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി പൊളൈറ്റ്. ഓക്കെ, അടുത്ത പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ബി പൊളൈറ്റ്. അതായത് എന്താവണം? കംപ്ലൈന്റ് ലെറ്റർ ആണെങ്കിൽ പോലും എന്തായിരിക്കണം? പൊളൈറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, കംപ്ലൈന്റ് ലെറ്റർ ആണെങ്കിൽ പോലും എന്തായിരിക്കണം? പൊളൈറ്റ് വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അതായത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങളൊരു കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ പോലും അത് പൊളൈറ്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആവശ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് പൊളൈറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കംപ്ലൈന്റ് ചെയ്യണം. ഓക്കെ,
കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പോലും പൊളൈറ്റ് ആയിട്ട് മാത്രമേ കംപ്ലൈന്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് മോശമായ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അൺനെസറി വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ പോയിന്റ് പറയുന്നത്. പിന്നെ പറയുന്ന ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി മിസ്റ്റേക്ക്. ഫോർ എക്സാമ്പിൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഓർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്സ് ഇതിൽ വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു ഫോർമൽ ലെറ്റർ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദീസ് ആർ ദ important things, important points to be keep in mind. Okay, so while writing a formal letter one should keep in mind the following things. എന്തൊക്കെയാണ് things പറയുന്നത്? It should be in the specified format. It should avoid the use of unnecessary words. It should be straight to the point. Then it should be relevant and objective. Okay, relevant and objective. Okay, next it should be complex. ഞാനിത് അഗ്രി ചെയ്യുന്നില്ല. Okay, next it should be polite even if it is a complaint letter. Okay, it should be free from any mistakes. Okay, it should be free from any mistakes. Okay, എന്തൊക്കെ മിസ്റ്റേക്സ് വരാം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒരു ലെറ്റർ എഴുതുമ്പോൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് മാക്സിമം ഇതൊക്കെ എന്ത് ചെയ്യണം? കുറക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്രീ എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, അതായത് നിങ്ങളൊരു ഹയർ അതോറിറ്റിക്കാണ് ഈ ലെറ്റർ എപ്പോഴും എഴുതുക, നിങ്ങളെക്കാളും ടോപ്പിലുള്ളവർക്കായിരിക്കും എഴുതുന്നതെങ്കിൽ ഗ്രാമാറ്റിക്കൽ ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവരുതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫോർമൽ ലെറ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് ഫോർമൽ ലെറ്റർ? രണ്ടാമത്തത് എക്സാമ്പിൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെറ്റർ, റെക്കമെൻഡേഷൻ ലെറ്റർ, എൻക്വയറി, കംപ്ലൈന്റ്, കവർ ലെറ്റർ എക്സെട്ര. പിന്നെ എല്ലാ ബിസിനസ് ലെറ്റേഴ്സും എന്താണ്? ഫോർമൽ ലെറ്റേഴ്സ് ആയിരിക്കും. പിന്നെ അടുത്ത പറയുന്നത് ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അടുത്തത് ഇൻഫോർമൽ ലെറ്റർ. അപ്പൊ നമുക്കറിയാം എന്താ ഇൻഫോർമൽ ലെറ്റർ എന്ന് വെച്ചാല്, an informal letter is a letter written to someone we know fairly well. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനൊക്കെ അയക്കുന്ന ലെറ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫോർമൽ ലെറ്റേഴ്സ്. ഇറ്റ് ഈസ് എ ലെറ്റർ റിട്ടൺ ടു someone we know fairly well. The letter can be used for some reasons like എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻഫോർമൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്നെ അറിയുന്നതായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണോ? സായൂജ്, ഒരു ഇൻഫോർമൽ ലെറ്റർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? സായൂജ്, ഇപ്പം സായൂജിന്റെ ഇപ്പോഴൊന്നും ആരും ലെറ്റർ ഒന്നും എഴുതുന്നില്ല, എല്ലാവരും വാട്സാപ്പിലും ഒക്കെയാണ്. അപ്പോ പണ്ട് കാലത്തൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതുന്നത്? എന്തിനായിരിക്കും സായുജ? ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്. ഗിവിങ് അഡ്വൈസ്. ഓക്കെ, ഇപ്പം ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടുത്ത എന്താണ്? സായുജന പറഞ്ഞു എന്താണ്? കൺഗ്രാജുലേറ്റ്, അതായത് ഇപ്പൊ ഒരാൾക്കൊരു ജോബ് കിട്ടി. ഞാൻ ഇപ്പം പണ്ട് കാലത്താ പറയുന്നത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് സായുജ നമ്മള് കൺഗ്രാജ് ചെയ്യാ? ലെറ്റർ എഴുതുക? ഇല്ല, എന്ത് ചെയ്യും? വാട്സാപ്പില് മെസ്സേജ് എഴുതി സിമ്പിൾസ് ഒക്കെ ഇടും അല്ലെ? അതാണ് ഇപ്പോഴത്തെ. കുറച്ച് സ്മൈലി ഒക്കെ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യൂലോ ഇപ്പൊ. ഓക്കെ, അതുപോലെ മെസ്സേജസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ന്യൂസിന്. ഓക്കെ സായുജ, മൈക്ക് ഓഫ് ആയിക്കോ. അപ്പോ മെസ്സേജ്, ന്യൂസ്, ഗിവിങ് അഡ്വൈസ്, കൺഗ്രാജുലേഷൻസ്, പിന്നെ സം അതർ ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി, ആസ്കിങ് ക്വസ്റ്റ്യൻസ് എക്സെട്ര. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫോർമൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് എ പേഴ്സണൽ ലെറ്റർ റിട്ടൺ ടു whom you are familiar with like friends, siblings, parents or any other close one. There is no specific format. ശ്രദ്ധിക്കുക, there is no specific format. എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടോ പഴയ കാലത്ത് ലെറ്റർ എഴുതാൻ? ഒന്നുമില്ല. ചിലപ്പോൾ മുകളിൽ എന്ത് കൊടുക്കും? ഡേറ്റ് വെക്കും. അത് വെച്ചാലായി. നിങ്ങൾ പഴയ ഇല്ലൻ്റെ ഇതില്ലേ,
ലെറ്റർ നിങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓർമ്മിക്കുക. ഓക്കെ, അതിൽ ഫോർമാറ്റ് ഒന്നുമില്ല. ഓക്കെ, ചിലപ്പം ഡേറ്റ് മുകളിൽ വെച്ചിട്ടുണ്ടാവും, പിന്നെ ജസ്റ്റ് ഒരു അഭിസംബോധന ചെയ്തിട്ട് കണ്ടന്റ് ഇടുക ചെയ്യുക. ഓക്കെ, സോ ദർ ഇസ് നോ സ്പെസിഫിക് ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ റൈറ്റിംഗ് ദിസ് ലെറ്റർ. പിന്നെ വൈൽ റൈറ്റിംഗ് ആൻ ഇൻഫോർമൽ ലെറ്റർ വൺ ക്യാൻ എഫോർഡ് ടു ബി ഫ്രണ്ട്ലി ആൻഡ് മേക്ക് യൂസ് പേഴ്സണൽ ഓർ ഇമോഷണൽ ടോൺ. ഓക്കെ, നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ എന്ത് ചെയ്യും, പേഴ്സണൽ ഓർ ഇമോഷണൽ ടോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ലെറ്റർ എഴുതുക. അത്രയേ ഉള്ളൂ ഇൻഫോർമൽ ലെറ്റേഴ്സിനെ കുറിച്ചിട്ട്. പക്ഷെ എക്സാമിന് ചിലപ്പോൾ എന്ത് ചെയ്യും, റൈറ്റ് എ നോട്ട് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഫോർമൽ എഴുതണം, ഇൻഫോർമൽ എഴുതണം, സെമി ഫോർമൽ എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റിൽ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് സെമി ഫോർമൽ ലെറ്റേഴ്സ്. അപ്പോൾ സെമി ഫോർമൽ ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സെമി ഫോർമൽ ലെറ്റർ ഈസ് യൂഷ്വലി സെൻഡ് ടു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോൾ ഒരു ചോദിക്കുക, സായൂജ് ഇപ്പം സപ്പോസ് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പളിന് ഒരു ലെറ്റർ എഴുതുന്നു, അല്ലെങ്കിൽ HODക്ക് ഒരു ലെറ്റർ എഴുതുന്നു. നിങ്ങൾക്കറിയാം നിങ്ങളിവിടെ ഫേസ് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇനി ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ ഓക്കെ, അതായത് നിങ്ങളിവിടെ ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് ലെറ്റർ ഒന്നും എഴുതേണ്ട വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് വേണ്ട വരും? നിങ്ങൾ ലെറ്റർ എഴുതേണ്ട വരും. അതായത് നിങ്ങൾക്ക് ആഫ്റ്റർനൂണ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? HOD ലെറ്റർ എഴുതണം, HOD സ്റ്റാഫ് അഡ്വൈസർ അവിടെ കൊണ്ടുപോയിട്ട് സൈന് മേടിക്കണം, HODൻ്റെ അവിടെ സൈന് മേടിക്കണം, പ്രിൻസിപ്പളിൻ്റെ അവിടെ നിന്ന് സൈന് മേടിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? പെർമിഷൻ കിട്ടുള്ളൂ പുറത്തു പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ആഫ്റ്റർനൂണ് പോകണമെങ്കിൽ അങ്ങനെ പല പല സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വേണം, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം സ്റ്റാഫ് അഡ്വൈസറിന് ലെറ്റർ എഴുതണം, പിന്നെ HODക്ക് അങ്ങനെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ടൈപ്പ് ലെറ്റേഴ്സിന് എന്ത് പറയാ? സെമി ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക, സെമി ഫോർമൽ ലെറ്റർ. സെമി ഫോർമൽ ലെറ്റർ ഈസ് യൂഷ്വലി സെൻഡ് ടു പീപ്പിൾ യു ഡോണ്ട് നോ വെരി വെൽ. ഓക്കെ, you don't know very well, or to people or situation which require more sensitive approach. Okay, typical examples are letters parents send to school principal, to teachers, to your landlord, boss, etc. Okay, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ചിലപ്പം പാരൻസ് നിങ്ങളുടെ പ്രിൻസിപ്പളിന്, കോളേജ് പ്രിൻസിപ്പളിന് ലെറ്റർ എഴുതുന്നുണ്ടെങ്കിൽ അതെന്തിലായിരിക്കണം എന്ന് പറയുന്നു? സെമി ഫോർമൽ ആയിരിക്കണം. അതേസമയം നിങ്ങൾ പ്രിൻസിപ്പളിന് ലെറ്റർ എഴുതുന്നു, അല്ലെങ്കിൽ HODക്ക് ലെറ്റർ എഴുതുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോഴെന്ത് വേണം? അല്ലെങ്കിൽ സ്റ്റാഫ് അഡ്വൈസർക്ക്, നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് ലെറ്റർ എഴുതുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ലെറ്റേഴ്സ് എഴുതുമ്പോൾ എന്ത് വേണം? സെമി ഫോർമൽ ലെറ്റേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ, അതാണ് സെമി ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി സെൻഡ് ടു പീപ്പിൾ യു ഡോണ്ട് നോ വെരി വെൽ. അതാണ് ഇവിടെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, യു ഡോണ്ട് നോ വെരി വെൽ. ഓക്കെ, ഓർ വിച്ച് റിക്വയർസ് മോർ സെൻസിറ്റീവ് അപ്രോച്ച്. ഓക്കെ, ടൈപ്പിക്കലി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ലെറ്റേഴ്സ് parents send to school principal, to teachers, to your landlord, boss, etc. Okay, but these letters are written in a more polite tone than informal letters. അപ്പോൾ ഇൻഫോർമൽ ലെറ്റേഴ്സിനെക്കാളും എന്ത് ചെയ്യണം? പൊളൈറ്റ് ടോണിലായിരിക്കണം ഈ ലെറ്റേഴ്സ് എഴുതുന്നതെന്നാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പോൾ here are some tips of what a semi-formal letter should consist of. അതായത് അടുത്ത പറയുന്നത് എന്താണ്? നിങ്ങൾ സെമി ഫോർമൽ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ഇത്രയും പോയിന്റ്സ് പറഞ്ഞു അല്ലേ? ഫോർമൽ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് പറഞ്ഞത്, ഇത്രയും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇതുപോലെ സെമി ഫോർമൽ എഴുതുമ്പോഴും എന്ത് വേണം? നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സെമി ഫോർമൽ ലെറ്റേഴ്സ് ആർ ആസ് ഫോളോസ്. ഏതൊക്കെയാണ്? അതിലെന്തൊക്കെ വേണമെന്ന് വെച്ചാൽ സല്യൂട്ടേഷൻ. ഓക്കെ, പിന്നെന്ത് വേണം? അഡ്രസ് ആൻഡ് ഡേറ്റ്, ബോഡി, പിന്നെ സ്റ്റൈൽ യൂസ്ഡ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ഓരോ പോയിന്റ്സിലോട്ട് വരാം. അപ്പോൾ സല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്?
സല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ലൈക്ക് ഇൻ ഫോർമൽ ലെറ്റർ യു ഷുഡ് ഗ്രീറ്റ് ദ പേഴ്സൺ വിത്ത് ഡിയർ, ഡിയർ, then title, last name. Okay, so title varies. നിങ്ങൾ ഈ ഫോർമാറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുണ്ടോ, ഡിയർ, ഡിയർ, then in bracket title, then last name. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. So title varies depending on the status of the person. So unmarried girls ആണെങ്കിൽ എങ്ങനെയാണ്, മിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോസ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് ഒരു ലെറ്റർ എഴുതുന്നു. അപ്പോൾ നിങ്ങൾ ആ ലെറ്റർ എഴുതുമ്പോൾ മിസ് എന്നാണോ വെക്കുക, മിസ്സസ് എന്നാണോ വെക്കുക, MRS എന്നാണോ വെക്കുക? അപ്പോൾ നിങ്ങൾ ഒരു ടീച്ചർക്ക് ലെറ്റർ എഴുതുമ്പോൾ എന്ത് വേണം, ഒരു ലേഡി ടീച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ടീച്ചർ മാരീഡ് ആണോ എന്നും കൂടി നോക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് ടൈറ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അൺമാരീഡ് ഗേൾ ഹോൾഡ് എ മിസ് ടൈറ്റിൽ, മാരീസ് വുമൺ ഈസ് മിസ്സസ് ടൈറ്റിൽ, MRS. ഓക്കെ, മാൻ ഷുഡ് ബി സല്യൂട്ടഡ് ആസ് മിസ്റ്റർ. ഓക്കെ, വൈൽ വുമൺ which marriage status is unknown is MS. ഓക്കെ, ഇത് കണ്ടോ, ഇതിൽ നമ്മൾ സിമ്പിളായ കാര്യമാണ്. എപ്പോഴും ഈ കേസ്, അതായത് മാൻ്റെ കേസ് ഓക്കെയാണ്, അതെപ്പോഴും എന്ത് വരും, മിസ്റ്റർ എന്ന് വെക്കും. പക്ഷെ മറ്റേ കേസിൽ എന്ത് വരും, വുമന്റെ കേസിൽ അൺമാരീഡ് ഗേൾ ആണെങ്കിൽ മിസ് ടൈറ്റിൽ, MISS. പിന്നെ മാരീഡ് വുമൺ ആണെങ്കിൽ MRS. ദെൻ മാരേജ് സ്റ്റാറ്റസ് നോട്ട് അൺനോൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, MS എന്ന് വെക്കണം. ഓക്കെ, ഓക്കെ, ഇതാണ് ടൈറ്റിലിനെ കുറിച്ച് പറയുന്നത്. ടൈറ്റിൽ, അപ്പോൾ ഡിയർ, ദെൻ ടൈറ്റിൽ, ലാസ്റ്റ് നെയിം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം, എന്താണ്, ഡിയർ ജോൺസ് ഉണ്ടോ. ഉണ്ട്, ഇവിടെ എന്ത് ചെയ്യണം, സപ്പോസ് ഡോക്ടറാണ് ടൈറ്റിലായിട്ട് വെക്കാം. നിങ്ങൾക്കറിയാം ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റസ് ആണ്. ആ സ്റ്റാറ്റസ് ആണ് നമ്മൾ ടൈറ്റിലായിട്ട് വെക്കുന്നതെങ്കിൽ ഡിയർ ഡോക്ടർ ജോൺസ്, ജോൺസ് എന്ന് വെച്ചാൽ പേരാണ്. ഓക്കെ, സോ അതുപോലെ സപ്പോസ് നിങ്ങൾ എനിക്കാണ് ലെറ്റർ എഴുതുന്നത്, എന്ത് എഴുതും, ഡിയർ MR മധു, അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മിസ് എവിടെ യൂസ് ചെയ്യും, MRS എവിടെ യൂസ് ചെയ്യും, MS എവിടെ യൂസ് ചെയ്യും, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്ത് വേണം, അഡ്രസ് ആൻഡ് ഡേറ്റ് വേണം. അപ്പോൾ അഡ്രസ് ആൻഡ് ഡേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ടോപ്പ് റൈറ്റ് ഓഫ് ദ പേജിലാണ് എഴുതുക. ഉണ്ടോ, എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് ഈ അഡ്രസ് ആൻഡ് ഡേറ്റ് നമ്മൾ എവിടെ വെക്കും. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്, അഡ്രസ് ആൻഡ് ഡേറ്റ് ആർ പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് റൈറ്റ് ഓഫ് ദ പേജ്. ഡേറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ DD മന്ത് YY ഫോർമാറ്റ്, അല്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ദ ബോഡി, ബോഡിയിൽ എന്ത് വേണം, ഈച്ച് പാരഗ്രാഫ് ഷുഡ് ബി ഇൻഡന്റഡ് at the beginning. Usual practice is to divide the body of the letter into up to 3 paragraphs. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ആ ബോഡീനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് പാർട്ട് ഇൻട്രഡക്ഷൻ കൊടുക്കുക, രണ്ടാമത്തത് മെയിൻ ബോഡി കൊടുക്കുക, അതായത് മെയിൻ കണ്ടന്റ്, പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ബോഡി എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റൈൽ യൂസ്ഡ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റൈലിന്റെ കേസിൽ this is the main feature that distinguishes formal from semi-formal. In semi-formal letter, language is used is similar to ordinary speech. ഇതുണ്ടോ, ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, സ്റ്റൈൽ യൂസ്ഡ്. അപ്പോൾ ഫോർമൽ ലെറ്റേഴ്സിലും സെമി ഫോർമലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെമി ഫോർമലിൽ എന്ത് വേണം, ലാംഗ്വേജ് യൂസ്ഡ് ഈസ്
സിമിലർ ടു ദ ഓർഡിനറി സ്പീച്ച്. ഒരു ഓർഡിനറി സ്പീച്ചിന് ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്പീച്ച് സ്റ്റൈൽ വേണ്ടത്. Therefore you may use even exclamation mark. അതായത് എന്ത് ചെയ്യാം, എക്സ്ക്ലമേഷൻ മാർക്സ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൺക്ലൂഷൻ പാർട്ടിലോട്ട് പോകുന്നു. കൺക്ലൂഷനിലാണ് എന്ത് പറയുന്നത്, എൻഡിങ്. അപ്പോൾ എൻഡിങ് ഓഫ് ദ ലെറ്റർ ഷുഡ് റൗണ്ട് ഓഫ് ദ ലെറ്റർ ആൻഡ് സജസ്റ്റ് ദ ആക്ഷൻ ദാറ്റ് വിൽ ഫോളോ. ഫോർ എക്സാമ്പിൾ, see you soon, looking forward to your call, see you on next Monday, call me if you need anything, etc. So for complementary clause you should use yours sincerely followed with name and signature. അപ്പോൾ കൺക്ലൂഷൻ പാർട്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൺക്ലൂഷൻ പാർട്ടിൽ എഴുതുമ്പോൾ എന്തൊക്കെ എഴുതണം, ending of the letter should be round of the letter and suggest the action that will follow. For example, see you soon, looking, etc. പിന്നെ കോംപ്ലിമെന്ററി ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യാം, യുവർ സിൻസിയർലി ഫോളോഡ് വിത്ത് സിഗ്നേച്ചർ ആണ് നമ്മൾ കോംപ്ലിമെന്ററി ക്ലോസ് ആയിട്ട് വെക്കേണ്ടത് ലാസ്റ്റ്. ഓക്കെ, അപ്പൊ കൺക്ലൂഷനിൽ ഇത് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു കോംപ്ലിമെന്ററി ക്ലോസ് വെക്കുക. അവിടെ നമ്മൾ യുവർ സിൻസിയർലി ഫോളോഡ് വിത്ത് സിഗ്നേച്ചർ എന്നൊക്കെ, ഫോളോഡ് വിത്ത് സിഗ്നേച്ചർ അതാണ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിന് നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏതൊക്കെയാണ്, ഫോർമൽ ലെറ്റേഴ്സ്, ഇൻഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് സെമി ഫോർമൽ ലെറ്റേഴ്സ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ മിനിറ്റ്സ് പ്രിപ്പറേഷൻ എന്ന ടോപ്പിക്ക്, പിന്നെ CV പ്രിപ്പറേഷൻ, ഈ 3 ടോപ്പിക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ 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 താങ്ക് യു. ഓക്കെ താങ്ക് യു ഓൾ. എല്ലാവരും അറ്റൻഡൻസ് തന്നിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ 1 മിനിറ്റ്. ആരൊക്കെ പ്രസന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞേ. ഈസി ആണോ മെക്കാണോ? ഈസിയിൽ ആരാണ്, പേരെന്താണ്? ഫാത്തിമത്തു സന. ഓക്കെ, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ പ്രസന്റ് ആയിട്ട്? സായുജ് ആണോ? ഇന്നലത്തെ അറ്റൻഡൻസ് ഇട്ടിട്ടില്ല. ഇന്നലത്തെ അറ്റൻഡൻസ് ഇട്ടിട്ടില്ല അല്ലേ? ഓക്കെ, ലാസ്റ്റ് പറഞ്ഞാണ്. ഓക്കെ, സനയും സഫയാണോ? സെയിം ക്ലാസ് ആണോ? ഈസി തന്നെ അല്ലേ? ഓക്കെ 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 താങ്ക് യു. സാർ